വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും കൂടുമെന്ന സൂചനകൾ സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധനവ് വന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഇരുട്ടടിയായി. പല ഓർഡറുകളും മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലവർധനവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്ലേറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൂട്ടേണ്ടി വരും. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവരോട് ഇക്കാര്യം പറയാൻ കഴിയില്ലെന്ന് കേറ്ററേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ നിരവധി ഓർഡറുകൾ ലഭിക്കുന്ന സമയത്താണ് താങ്ങാനാകാത്ത ഭാരം ഈ മേഖലയെ ബാധിക്കുന്നത്. പാചകവാതകത്തിനൊപ്പം അരി, എണ്ണ, പച്ചക്കറി, മാംസം, മസാല സാധനങ്ങൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചു. ഗതാഗത ചിലവും കൂടി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കാറ്ററേഴ്സ് അസോസിയേഷൻ. ഈ മാസം 10-ന് അടുക്കളകൾ അടച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, വർക്കിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ.